അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ്എസ്എഫ് വിസ്ഡം ഹദീസ് ക്ലാസ് 272. അൻ അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി ഖാല ഖുൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറൻ വഖാല ഖുതൈബത്തു കസീറൻ ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം. അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറഞ്ഞു, ചോദിച്ചു, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി, നബിയെ എനിക്ക് അവിടുന്ന് ഒരു ദുആ പഠിപ്പിച്ചു തരണം. അദ്ഉ ബിഹി ഫീ സ്വലാത്തി, ആ ദുആ കൊണ്ട് ഞാൻ എൻ്റെ നിസ്കാരത്തിൽ ദുആ ചെയ്യും, പ്രാർത്ഥിക്കും. അത്തരത്തിലുള്ള ഒരു ദുആ, എനിക്ക് നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരൂ നബിയെ എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു. ഖാല, ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറ, അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി, നിശ്ചയം എൻ്റെ നഫ്സിനെ ഞാൻ ആക്രമിച്ചിരിക്കുന്നു, അഥവാ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. എൻ്റെ നഫ്സിനെ ഞാൻ ആക്രമിച്ചു, ളുൽമൻ കബീറൻ, വലിയ അക്രമം. വഖാല ഖുതൈബത്തു കസീറൻ, ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവികളിൽ ഒരാളായ ഖുതൈബ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കസീറൻ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അർത്ഥം, ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറൻ കസീറ, അല്ലാഹുവേ, എൻ്റെ നഫ്സിനെ ഞാൻ ഒരുപാട് വലിയ അക്രമം ആക്രമിച്ചിട്ടുണ്ട്. അക്രമം എന്നത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ നഫ്സിനോട് ഞാൻ ചെയ്ത അക്രമം എന്ന് പറയുന്നത് ദോഷങ്ങളാണ്. ആകയാൽ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ ദോഷം പൊറുക്കുന്നവനില്ല. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പൊറുത്തു തരണം. മഗ്ഫിറതൻ മിൻ ഇൻദിക, നിന്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്ത്, ദോഷം പൊറുക്കൽ, പാപമോചനം എനിക്ക് നീ നൽകണം. വർഹംനി, എനിക്ക് നീ റഹ്മത്ത് ചെയ്യണം അല്ലാ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നിശ്ചയം നീ ദോഷം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്, റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ദോഷം വല്ലാതെ പൊറുക്കുന്നവനാണ് നീ. അതുകൊണ്ട് എൻ്റെ ദോഷങ്ങൾ നീ പൊറുത്തു തരണം റബ്ബേ എന്ന് ഈ ദുആ നിങ്ങൾ ദുആ ചെയ്തോളൂ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ദിക്ർ ഇതാണ്, ദുആ ഇതാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാരണത്താൽ തന്നെ പല പണ്ഡിതന്മാരും ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ അത്തഹിയ്യാത്തിൽ സാധാരണ നാം ചൊല്ലാറുള്ള ദുആ കഴിഞ്ഞതിന് ശേഷം ഈ ദുആ കൂടി സുന്നത്തുണ്ട് എന്ന്, പ്രത്യേകിച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അതുപോലെ തന്നെ നിശ്ചിത മഅ്മൂമികൾ മാത്രമുള്ള ഇമാമിനും. സാധാരണഗതിയിലുള്ള ഇമാമ് കൂടുതൽ നീട്ടി വലിച്ച് നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിശ്ചിത മഅ്മൂമികൾ, എന്നും വരാറുള്ള മഅ്മൂമിങ്ങൾ, അവർക്ക് എത്ര നീട്ടിയാലും പ്രശ്നമില്ല. അത്തരം മഅ്മൂമിങ്ങളുള്ള ഇമാമിനും അതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കും സാധാരണ തഹിയ്യാത്തിൽ ചെയ്യാറുള്ള ദുആക്ക് ശേഷം ഈ ദുആ കൂടി അധികരിപ്പിക്കൽ സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഈ ദുആ കൂടി കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.